ഹായ്, എൻ്റെ പേര് ഹരി എന്നാണ്. ആലുവയിലാണ് എൻ്റെ വീട്. ഞാനൊരു വയലിനിസ്റ്റാണ്. MBA ചെയ്യുന്നു. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു 5 to 12 ഇയേഴ്സ് വരെ ശ്വാസം മുട്ട് അനുഭവിച്ച ഒരാളാണ്. മിക്ക മന്തിലും ഹോസ്പിറ്റൽ വാസം, പനി, ടോൺസിലൈറ്റിസ് ഇതൊക്കെ ഒരുപാട് എഫക്റ്റ് ചെയ്ത ഒരാളാണ്. ആ സമയത്ത് ശ്വാസം മുട്ടിന് മിക്കപ്പോഴും ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തിരുന്ന ഇൻഹേലറായിരുന്നു. ഇൻഹേലർ നമ്മൾ വലിക്കുമ്പോഴും എനിക്ക് മെയിനായിട്ട് ഞാൻ ഫേസ് ചെയ്തിരുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മൂക്കിലുള്ള ശ്വാസം എടുത്തു വിടാൻ സാധിക്കില്ലായിരുന്നു. എപ്പോഴും വാ തുറന്നു വെച്ച്, രാത്രി ഉറങ്ങുമ്പോഴും വാ തുറന്നു വെച്ചായിരുന്നു ശ്വാസം വിട്ടുകൊണ്ടിരുന്നത്. അപ്പോഴും നമുക്ക് ബൈറ്റിങ് കറക്റ്റായിരുന്നില്ല. റിവേഴ്സ് ബൈറ്റിംഗ് ആയിരുന്നു. നമ്മൾ സാധാരണ കോമൺ ആയിട്ട് എല്ലാവരും പല്ല് കടിക്കുമ്പോൾ മുകളിലത്തെ പല്ല് ഫ്രണ്ടിലും താഴത്തെ പല്ല് ഉള്ളിലുമായിട്ടാണ് ഉണ്ടാവുക. പക്ഷേ എനിക്ക് മുകളിലത്തെ പല്ല് ഉള്ളിലും താഴത്തെ പല്ല് കുറച്ച് ഫ്രണ്ടിലുമായിരുന്നു. അതാ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് അപ്പർ ജോയ്ക്ക് എനിക്ക് സെൻറ്റിമീറ്റർ കുറവായിരുന്നു. അതിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടായിരുന്നു റിവേഴ്സ് ബൈറ്റിംഗ് എന്നുള്ളൊരു കണ്ടീഷൻ വന്നത്. ആ സമയത്തും എനിക്ക് ഈ പല്ലിൻ്റെ ഇഷ്യൂ കൊണ്ട്, ജോയുടെ ഇഷ്യൂ കൊണ്ടുണ്ടായിരുന്ന കുറച്ച് രോഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മൈഗ്രെയിൻ ഇഷ്യൂ ഉണ്ടായിരുന്നു. സൈനസൈറ്റിസ് നല്ലപോലെ തന്നെ എഫക്റ്റ് ചെയ്തിരുന്നു. മൈഗ്രെയിൻ എപ്പോഴും ഒരു 2 months 1 month കൂടുമ്പോൾ എപ്പോഴും ഓവറായിട്ട് തലവേദന, മൈഗ്രെയിൻ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഒരുപാട് ഞാൻ ഫേസ് ചെയ്തിരുന്ന ആളായിരുന്നു. അപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സ് ENTനെ കണ്ടിരുന്നു, പല ഫിസീഷ്യൻസിനെയും കണ്ടിരുന്നു. മരുന്ന് തരുന്നു എന്നല്ലാതെ കഴിക്കുമ്പോൾ മാറും, അല്ലാതെ നമുക്കിത് പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ അങ്ങനെ ഉണ്ടായില്ല. ആയുർവേദമൊക്കെ ഒരുപാട് നോക്കിയതാണ്, ബട്ട് അത് മാറുന്നുണ്ടായില്ല. നമ്മൾ പല ഡോക്ടേഴ്സിനും കണ്ടു. എല്ലാവരും ഓൾമോസ്റ്റ് പറഞ്ഞത് താടിയെല്ലിൻ്റെ ഇഷ്യൂ കൊണ്ടാണ്, താടിയെല്ലിൻ്റെ ഇഷ്യൂ കൊണ്ട് റിവേഴ്സ് ബൈറ്റിംഗ് ആണ്, താഴത്തെ താടി കുറച്ച് നീണ്ടും മുകളിലത്തെ താടി കുറച്ച് ഉള്ളിലേക്ക് വലിഞ്ഞുമാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു പ്രതിവിധി എന്ന് പറയുന്നത് താടിയെല്ല് സർജറി ചെയ്യുക, കട്ട് ചെയ്തത് സർജറി ചെയ്യുക. അതൊരു 2 years കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ്. അതിനുശേഷം അതൊരു 1 month ബെഡ് റെസ്റ്റ് പോലെയുള്ളൊരു സർജറിയാണ് സജസ്റ്റ് ചെയ്തത് എല്ലാവരും. സർജിക്കൽ അല്ലാതെ നമുക്ക് വേറെ എല്ലാവരും, ഓൾമോസ്റ്റ് എല്ലാ ഡോക്ടേഴ്സും എന്നോട് സർജറിയാണ് സജസ്റ്റ് ചെയ്തത്. സർജറി അല്ലാതെ നമുക്ക് അങ്ങനെ വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും പ്രസൻ്റ്ലി ഇല്ല എന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സമയത്തായിരുന്നു നമ്മളിത് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു റിലേറ്റഡ് സെർച്ചിൽ വരുന്ന ഒരു വീഡിയോ ആയിരുന്നു വലമറ്റം അഡ്വാൻസ്ഡ് ഓർത്തോഡോണ്ടിക്സിൻ്റെ ഒരു അതിൽ ഡോക്ടർ ജോജോ ജോസഫ് സാറിൻ്റെ ഒരു വീഡിയോ കണ്ടത്. അതിൽ നമ്മൾ സർജറി കൂടാതെയുള്ള പല ട്രീറ്റ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ, പല്ല് റിലേറ്റഡ് ആയിട്ടുള്ള ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളായിരുന്നു അതിൽ പറഞ്ഞത്. അപ്പോൾ അന്ന് ഡോക്ടർ ചെക്കപ്പ് കഴിഞ്ഞിട്ട് പറഞ്ഞു, സാർ ഇങ്ങോട്ടായിട്ട് ചോദിച്ചു പല കാരണങ്ങൾ, മൈഗ്രെയിൻ ഇഷ്യൂ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അന്നാണ് നമുക്ക് മനസ്സിലായത് ഈ മൈഗ്രെയിൻ ബാക്കിയുള്ള റീസൺസൊക്കെ നമ്മുടെ ഒരു ജോ ഭാഗമായിട്ടുള്ള കുറച്ച് കണക്റ്റഡ് ആണെന്ന്. എനിക്കൊരു CT സ്കാനർ സാർ സജസ്റ്റ് ചെയ്തു. CT സ്കാനിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ എൻ്റെ നേസൽ കനാൽ അടഞ്ഞു കിടക്കായിരുന്നു. നമുക്ക് അപ്പർ ജോയുടെ ലെങ്ത്ത് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് നേസൽ കനാൽ എപ്പോഴും അടഞ്ഞു കിടക്കണം. അതിലൂടെയുള്ള പ്രോപ്പറായിട്ടുള്ള ശ്വാസത്തിൻ്റെ പുറത്തേക്ക് പോവും, അകത്തേക്ക് വരാമെന്നുള്ള കണ്ടീഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ട് അതിൻ്റെ ബേസ് ചെയ്തിട്ടായിരുന്നു എനിക്ക് മൈഗ്രെയിനും സൈനസൈറ്റീസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളത് എന്ത് ചെയ്യണം എന്നുള്ള ഡോക്ടറെ അടുത്ത് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് സർജറി കൂടാതെ ചെയ്യാൻ പറ്റിയ ഒരു അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റാണ്, നമുക്ക് മുകളിലത്തെ താടിയിൽ എക്സ്പാൻഡ് ചെയ്യാം, അതോടൊപ്പം പല്ലിൽ കമ്പി ഇടാം. അങ്ങനെ കുറച്ച് ട്രീറ്റ്മെൻറ്റ്സാണ്, ഒരു 1.5 year ട്രീറ്റ്മെൻറ്റാണ് സാർ സജസ്റ്റ് ചെയ്തത്. നേസൽ കനാൽ അടഞ്ഞ് കിടക്കുന്നതിൻ്റെ ബേസിൽ ശ്വാസം മുട്ട്, അങ്ങനെയുള്ള രാത്രി നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റാത്ത രീതി, പിന്നെ എപ്പോഴും ഓവറായിട്ട് ബോഡിക്ക് ഹീറ്റ് വരിക, അങ്ങനെയുള്ള കണ്ടീഷൻ, പിന്നെ മൈഗ്രെയിൻ, തലകറക്കം, അങ്ങനെയുള്ള ഇഷ്യൂസായിരുന്നു ഞാൻ മെയിനായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. മേൽത്താടി നമുക്കൊന്ന് കുറച്ച് എക്സ്പാൻഡ് ചെയ്യാം. ബാക്കിയുള്ള എല്ലാവരും ഹോസ്പിറ്റലിൽ അത് മേൽത്താടി അല്ലെങ്കിൽ കീഴ്ത്താടി കട്ട് ചെയ്തത് കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ സ്ഥലത്താണ് വലമറ്റത്തിലെ ഡോക്ടർ പറഞ്ഞത്, നമുക്ക് സർജറി കൂടാതെ നമുക്കൊരു എക്സ്പാൻഷനുണ്ട്, എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്, അത് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാമെന്ന് സാർ പറഞ്ഞു. 2021 November 15th എനിക്ക് MSc ഇടുന്നത്. MSc ഇടുന്ന ടൈമിൽ അന്നത്തെ ദിവസം നമുക്കൊരു ചെറിയ പെയിൻ ഉണ്ടായിരുന്നു. നമ്മളത്
അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അകത്ത് വെക്കുമ്പോൾ നമുക്ക് കുറച്ച് ക്രീം കാര്യങ്ങളുണ്ടായിരുന്നു. അന്നത്തെ ഒരു ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈവൻ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് സമയത്ത് വളരെയേറെ ഡോക്ടർ നമ്മളെ കൂളാക്കിയിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് പ്രോപ്പറായിട്ട് ഇഞ്ചക്ഷൻ തന്നത് മരവിപ്പിച്ചല്ലാതെ നമുക്ക് ഓവറായിട്ട് പെയിനുള്ള രീതിയൊന്നും നമുക്ക് തോന്നിയില്ല. അത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പെയിനൊന്നും തോന്നിയില്ല. അതിൻ്റെ ആ മരവിപ്പ് കഴിയുമ്പോൾ പുതിയതായിട്ടൊരു സാധനം നമ്മളെപ്പോഴും വെക്കുമ്പോൾ നമുക്കൊരു ചെറിയ അസ്വസ്ഥതയുണ്ടാകും. ആ ഒരു ഫീല് മാത്രമേ ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് അത് നോക്കുമ്പോൾ മൈഗ്രെയിൻ കുറഞ്ഞു വന്നു. രാത്രി പ്രോപ്പറായിട്ട് സ്ലീപ്പ് ചെയ്യാം. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഒരു ഡെയിലി ഒരു 8 hours സ്ലീപ്പാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ആ ടൈമിൽ ഈ ചികിത്സയ്ക്ക് മുമ്പും ചെറുപ്പകാലത്ത് എനിക്ക് ഉറക്കം കുറവായിരുന്നു. പക്ഷേ വാ തുറന്ന് പിടിച്ചിട്ടുള്ള ഉറക്കം, പിന്നെ പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റില്ല, എപ്പോഴും തിരിഞ്ഞും മറിഞ്ഞ് കിടക്കുക, അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ആയിരുന്നു. അപ്പോൾ സ്ലീപ്പ് ഡിസോർഡർ നമുക്കൊരു മെയിൻ ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തൊരു 6 monthsനുള്ളിൽ പയ്യെ പല രോഗകാര്യങ്ങൾ കുറഞ്ഞു വന്നു. തലവേദന, മൈഗ്രെയിൻ, പ്രോപ്പറായിട്ട് സ്ലീപ്പ് ചെയ്യുക. ഓവറായിട്ട് എനിക്ക് ഹീറ്റുള്ള കുട്ടിയായിരുന്നു. ഹീറ്റ് എനിക്ക് കമ്പാരിറ്റീവ്ലി ബോഡി ഹീറ്റ് കുറഞ്ഞു വന്നു. രാത്രിയൊക്കെ ഞാൻ നേരെ കുളിച്ചു വന്നിട്ടാണ് കിടന്നുകൊണ്ടിരുന്നത്. അതൊക്കെ ഒരുപാട് കുറഞ്ഞു. നമ്മൾ പ്രോപ്പറായിട്ട് ഡ്രസ് ചെയ്ത് ഉറങ്ങാനുള്ള അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടായി. MSc എനിക്ക് നവംബറിലായിരുന്നു വിട്ടത്. ഏകദേശം ഏപ്രിൽ, മെയ്, ജൂൺ ആ ടൈം ആയപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് റിലീഫ് വന്നു. മൈഗ്രെയിൻ, അങ്ങനെയുള്ള തലകറക്കം, സൈനസ്, ജലദോഷം, അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ കുറഞ്ഞു വന്നു. ടോൺസിലൈറ്റിസും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമായിരുന്നു. അതൊക്കെ ഏകദേശം ഒരു 85% 90% നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റിന് മുമ്പ് എങ്ങനത്തെ കണ്ടീഷനായിരുന്നു അതിനേക്കാൾ ഒരുപാട് ഞാൻ ബെറ്റർ ആയിട്ടുണ്ടെന്ന് എനിക്ക് ഒരുപാട് ഉറപ്പാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിരിക്കുക എന്നുള്ളൊരു കണ്ടീഷനാണ്. നമുക്ക് എപ്പോഴും പല്ല് കാണിച്ച് ചിരിക്കുക, അല്ലെങ്കിൽ വളരെ നന്നായിട്ട് സ്മൈൽ ചെയ്യുക എന്നുള്ളൊരു ആവശ്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ എനിക്ക് ആ പുഞ്ചിരി തിരിച്ച് തന്നത് സാറാണ്. നമുക്ക് പ്രോപ്പറായിട്ട് ചിരിക്കാം. എനിക്ക് പണ്ട് എല്ലാവരുടെയും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളായിരുന്നു. പിന്നെ ഈ പല രോഗകാരണങ്ങളും കൊണ്ട് ഒരുപാട് കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒരുപാട് ആബ്സെൻസ് മാർക്ക് ചെയ്ത ഒരാളായിരുന്നു. പിന്നെ സ്റ്റേജ് ഷോസിന് പോകുമ്പോഴും പല ഇഷ്യൂസും നമ്മളെപ്പോഴും ട്രീറ്റ്മെൻറ്റിന് മരുന്ന് റെഡി ആയിട്ടായിരുന്നു. നമ്മൾ എപ്പോഴും ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പ്രോഗ്രാം ഷോസിന് പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും നമ്മൾ ഒരു ചെറിയ മരുന്ന് ബോക്സ് കൊണ്ടൊക്കെ ആയിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. മൈഗ്രെയിൻ്റെ മരുന്ന്, സൈനസിൻ്റെ മരുന്ന്, അതൊക്കെ ഒരുപാട് ഒരു 95% അതൊക്കെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എനിക്ക് മാറി. പ്രോപ്പറായിട്ട് അത് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെയ്സൽ കനാൽ ഓപ്പൺ ആയതിൻ്റെ ഭാഗമായിട്ടായിരുന്നു നമുക്ക് ആ രോഗങ്ങളൊക്കെ ഒരുപാട് കുറയാൻ സാധിച്ചത്. അതിന് ഈ മാക്സിലിയൽ സ്കെലറ്റൽ എക്സ്പാൻഡർ, അത് പുതിയൊരു അപ്ഡേറ്റഡ് ടെക്നോളജിയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്. എല്ലാവരും പ്രോപ്പറായിട്ട് അപ്ഡേറ്റഡ് ടെക്നോളജീസിനെ സപ്പോർട്ട് ചെയ്യാം ഈ കാര്യത്തിൽ. കാരണം നമുക്ക് സർജറി ഇല്ലാതെ നമ്മളെപ്പോഴും ഡെയിലി റണ്ണിങ് ലൈഫിൽ നമുക്ക് ഇപ്പോൾ 1 month 2 months അങ്ങനെ ഒരു ഡെൻറ്റൽ ഇതുമായിട്ട് നമുക്കങ്ങനെ റെസ്റ്റ് എടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ സംസാരിക്കാതിരിക്കാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ സ്മൂത്തായിട്ട് റൺ ചെയ്യാം നമ്മുടെ ലൈഫ്. അതോടൊപ്പം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടക്കും.